ലിജോ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ലിജോ, ഈ നിലവിൽ നമ്മൾ ഈ PV അൻവറിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ മലബാർ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയാത്തൊരു നേതാവാണ് PV അൻവർ മുൻ MLA. അപ്പോൾ ഈ ഒരു ചുമതല, അതായത് TMC പുതിയൊരു ചുമതല PV അൻവറിന് നൽകുമ്പോൾ, അല്ലെങ്കിൽ ഇനി മുതൽ TMCക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അൻവർ പ്രഖ്യാപിക്കുമ്പോൾ എന്തായിരിക്കും തൃണമൂൽ കോൺഗ്രസ് PV അൻവറിലൂടെ ഉദ്ദേശിക്കുന്നത്? അത് വലിയൊരു ചോദ്യം തന്നെയല്ലേ? PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ഉപയോഗിക്കുക സ്വാഭാവികമായി രണ്ടുപേരുടെയും USB ഒന്നാണ്. രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ലക്ഷ്യം ഒന്നാണ്. കാലാകാലങ്ങളായി തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2 പതിറ്റാണ്ടോളമായി മമതാ ബാനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശത്രു എന്ന് പറയുന്നത് CPM ആണ്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇപ്പോൾ ഭരണം നടത്തുന്ന CPM-ഉം ഇടതുപക്ഷവും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് PV അൻവർ ശത്രു. ഇതാണ് ആദ്യത്തെ കാരണം. ഈ രണ്ട് പേരുടെയും പൊതുശത്രു എന്ന നിലയ്ക്ക് ഇടതുപക്ഷവും CPM-ഉം പിണറായി വിജയൻ തന്നെയായിരിക്കും ഇവിടുത്തെയും അവരുടെ ശത്രു. അതിനെതിരെയുള്ള പോരാട്ടമായിരിക്കും. സ്വാഭാവികമായും അത് കൃത്യമായി പ്രകടിപ്പിക്കാൻ കേരളത്തിലേക്ക് ഒരു സ്പേസ് തൃണമൂൽ കോൺഗ്രസിന് കിട്ടുമെന്നുള്ളതാണ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് നിലവിലെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അഭയം ആവശ്യമാണ്. വളരെ പെട്ടെന്നൊരു രാഷ്ട്രീയ അഭയം ആവശ്യമായിരുന്നു. അത് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മൾ നേരത്തെ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി PV അൻവർ സർക്കാരുമായി ഇടഞ്ഞതിന് ശേഷം നടത്തുന്ന പോരാട്ടം, അത് മലയോര ജനതയുമായി ബന്ധപ്പെട്ട വന്യജീവി ആക്രമണവും അത് സാധാരണ മലയോര ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുന്നതിനപ്പുറം, അല്ലെങ്കിൽ വാർത്തയിലൂടെ കാണുന്നതിനപ്പുറം വലിയ തോതിൽ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് വയനാട്ടിൽ, മലപ്പുറം ജില്ലയുടെ വന മേഖലയിൽ, കോഴിക്കോട് ജില്ലയുടെ വനമേഖലയിൽ, അതോടൊപ്പം തന്നെ തൃശൂർ, ഇടുക്കി, കൊല്ലം തുടങ്ങിയിട്ടുള്ള മേഖലയിലുള്ള മലയോര മേഖലകളിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അത് ആനയായാലും കടുവയായാലും കാട്ടുപന്നിയായാലും ഒക്കെ അത് വലിയ തോതിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അഡ്രസ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ നേരത്തെ പോലെ എന്നതിനപ്പുറത്തേക്ക് ആളുകളുടെ ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്ന ഒരു നേതാവിനെ അവർക്ക് ആവശ്യമാണ്. LDF-ഓ അല്ലെങ്കിൽ UDF-ഓ ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ ആ തരത്തിൽ ആ വിഷയത്തെ ഉന്നയിച്ച് മുമ്പോട്ട് കൊണ്ടുവരുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ കുറെ കൂടി ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഹീറോ എന്ന നിലയിൽ ഒരു പരിവേഷത്തിൽ ആ വിഷയത്തിൽ ഇടപെടാനാണ് PV അൻവർ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ തവണ ഈ ജയിലിൽ പോവുകയും അതൊരു വീരപരിവേഷത്തോടുകൂടി പുറത്തു വരികയും ചെയ്ത PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം കുറെ കൂടി ശക്തമായി ഉന്നയിക്കാൻ കഴിയും. അത് മലയോര മേഖലകളിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് അൻവർ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള ചില നീക്കങ്ങൾ നേരത്തെ അൻവർ നടത്തിയിരുന്നു. വയനാട്ടിൽ 2 ദിവസത്തെ റാലി നടത്തിയിരുന്നു. നിലമ്പൂർ സമാനമായ പരിപാടികൾ നടത്തിയിരുന്നു. അത് കുറെ കൂടി വിപുലപ്പെടുത്താനായിരിക്കും അൻവർ ഒന്നാമതായി ശ്രമിക്കുക. അത് തന്നെയാണ് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വളരെ വേഗത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃണമൂൽ കോൺഗ്രസും സമാനമായി തന്നെ ആ തരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനോ നേതാക്കളെ കണ്ടുപിടിക്കാനോ കഴിഞ്ഞിട്ടില്ല. PV അൻവർ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് ഒരു കച്ചവടക്കാരനാണ്, ഒരു ബിസിനസ്സുകാരനാണ്, ഒരു സംരംഭകനാണ്. ആ തരത്തിൽ അത് PV അൻവർ ഏത് തരത്തിൽ ഉപയോഗിക്കും ആയിരിക്കും തൃണമൂൽ കോൺഗ്രസ് നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ അൻവറിനൊപ്പം ഇപ്പോൾ സ്വതന്ത്രരായിരിക്കുന്ന MLA-മാരടക്കം ഏതെങ്കിലും തരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള നീക്കുപോക്കുകളോ ചർച്ചകളോ അൻവർ നടത്തുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ തരത്തിൽ ചർച്ചകൾ നേരത്തെ നടന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട്. അത് കുറെ കൂടി ശക്തമായി അൻവർ നടത്തുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ആ തരത്തിൽ ആൾബലം കൂട്ടുകയും കുറെ കൂടി ഒരു മുഖമുള്ള, അല്ലെങ്കിൽ കുറെ കൂടി നേതാക്കൾ ഉള്ള ഒരു പാർട്ടിയായി തൃണമൂൽ കോൺഗ്രസിനെ ഇവിടെ നിന്ന് മാറ്റാൻ PV അൻവറിന് കഴിയുമോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ 1-2 MLA-മാരെ നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ പോലും അൻവറിനെ സംബന്ധിച്ച് അത് വലിയ നേട്ടമായിരിക്കും. ഒരു പക്ഷേ അൻവർ ആ തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കാം തൃണമൂൽ കോൺഗ്രസിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ കയ്യിലേക്ക് നിലമ്പൂർ സീറ്റ് വെച്ചു കൊടുക്കുന്ന അൻവറിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അൻവർ ഒരു നേതാവിന്റെ പേര് പറയുന്നു. ഇപ്പോഴത്തെ DCC പ്രസിഡന്റായ മലപ്പുറം DCC പ്രസിഡന്റായുള്ള VS ജോയിയുടെ പേര് പറയുന്നു. VS ജോയിക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയുന്ന ആളാണ്. നിലമ്പൂർ സ്വാഭാവികമായും
ഒരു പ്രദേശം വനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ ഈ വന്യജീവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലയാണ്. അവിടെ PV അൻവർ കഴിഞ്ഞാൽ VS ജോയിക്ക് അവിടെ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഒരു ശുഭാപ്തി വിശ്വാസം ഇന്നിപ്പോൾ അൻവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്ര വളരെ എളുപ്പത്തിൽ വളരെ മറ്റൊന്നും ആലോചിക്കാതെ വളരെ വേഗത്തിൽ ഇത്തരത്തിൽ VS ജോയിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് ആ സീറ്റ് വെച്ച് നീട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ അത്തരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസ് നേതാക്കളുമായി നടന്നിട്ടുണ്ട്. പ്രാദേശികമായി കോൺഗ്രസ് നേതാക്കളുമായി ഈ വിഷയം ചർച്ച നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് KPCC അടക്കം ഇത്തരത്തിൽ ഒരു ഓഫർ മുമ്പോട്ട് വെക്കുന്നതിന് എന്തെങ്കിലും പകരമായി PV അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അത് UDF പ്രവേശനം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDFന്റെ ഒപ്പം നിന്നുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക്, അതല്ലെങ്കിൽ PV അൻവറിന്റെ പാർട്ടി എന്ന നിലയ്ക്ക് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ മറ്റേതെങ്കിലും തരത്തിൽ ദേശീയ തലത്തിൽ പ്രശ്നങ്ങളുള്ള ഒരു പാർട്ടി അല്ല തൃണമൂൽ കോൺഗ്രസ്. കാരണം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഒരു തരത്തിലുള്ള അടിത്തറയോ അല്ലെങ്കിൽ സംഘടനാ ബലമോ ഇല്ലാത്ത ഒരു പാർട്ടി എന്ന നിലയ്ക്ക് തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ കോൺഗ്രസിനൊപ്പം നിന്ന് മത്സരിക്കുന്ന ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടാവില്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി വലിയ ലക്ഷ്യം PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ആകെയുള്ള ഒരു സീറ്റ്, തനിക്ക് ആകെ MLA സ്ഥാനം എന്ന നിലയിലുള്ള ഒരു സീറ്റ് PV അൻവർ രാജ്യസഭാ MP ആകുമെന്ന ചില അഭ്യൂഹങ്ങളും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാജ്യസഭാ MP യൊക്കെയായി മാറുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നും അപ്രസക്തനായി ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ ചുവട് വയ്ക്കാനും അൻവർ ഒരു നീക്കം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടാകില്ലെന്ന് തോന്നുന്നു അല്ലേ? ആ തരത്തിലും നമുക്ക് അങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ ആ തരത്തിലുള്ള നീക്കങ്ങൾ പോലും ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിൽ 200 മുകളിൽ സീറ്റുള്ള ഒരു പാർട്ടിയാണ്. അവിടെ നിന്ന് വരാനിരിക്കുന്ന ഒരു ഒഴിവിൽ രാജ്യസഭാ സീറ്റിൽ മത്സരിക്കാനുള്ള അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റിൽ ഒരു സീറ്റ് നൽകുന്നതിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാത്ത പക്ഷം ഇത്രത്തോളം പ്രാക്ടിക്കലായ രാഷ്ട്രീയം കളിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ പോലെ രാഷ്ട്രീയം കളിക്കുന്ന PV അൻവർ അയാൾക്ക് അദ്ദേഹത്തിന് ആകെയുള്ള ഒരു സീറ്റ് ഇട്ടെറിഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള ബാർഗെയിനിങ്ങും ഇല്ലാതെ കോൺഗ്രസിനോട് നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് ആ സീറ്റ് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവാതെ PV അൻവറിനെ പോലെ ഒരാൾ ആ സീറ്റ് വിട്ട് നൽകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നത് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൽ തന്റെ പങ്കെന്താണ് അല്ലെങ്കിൽ താൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ മമതാ ബാനർജി പ്രഖ്യാപനം നടത്തുമെന്നുള്ളതാണ്. അത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം കഴിയുമ്പോൾ പോലും PV അൻവർ ഇപ്പോഴും സസ്പെൻസ് ഇട്ടുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ആ തരത്തിൽ ഒരുപക്ഷെ ഒരു രാജ്യസഭാ സീറ്റിലേക്ക് പോലും പോകാം. അങ്ങനെയെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റിലേക്കൊക്കെയാണ് PV അൻവർ പോകുന്നതെങ്കിൽ സ്വാഭാവികമായും കേരളത്തിൽ കുറെ കൂടി രാഷ്ട്രീയ പ്രസക്തി PV അൻവറിനും അതോടൊപ്പം തന്നെ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കും ലഭിക്കും. പാർലമെന്റിൽ ഈ വിഷയം, അതായത് ഇപ്പോൾ PV അൻവർ മുമ്പോട്ട് വെക്കുന്ന ഇപ്പോൾ ഒരു വീരപരിവേഷമുള്ള ഇപ്പോഴത്തെ ഈ വീരപരിവേഷം എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടു നടക്കുന്ന വന്യജീവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾക്കൊപ്പം എന്നുള്ളത് കുറെ കൂടി ശക്തമായി അത് പാർലമെന്റിൽ കൂടി ഉന്നയിക്കാൻ കഴിയുകയാണെങ്കിൽ അത് കുറെ കൂടി സ്വീകാര്യത മലയോര മേഖലയിൽ PV അൻവറിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നതെന്നും നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാം. ഏതായാലും ഇനിയും സസ്പെൻസുകളും അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള ട്വിസ്റ്റുകളും ഒരുപക്ഷെ PV അൻവറിന്റെ രാഷ്ട്രീയ വഴികളിൽ ഇനിയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പിണറായി വിജയനുമായി സസ്പെൻസുകൾ അവസാനിച്ചിട്ടില്ല, സസ്പെൻസുകൾ അവസാനിപ്പിച്ചിട്ടില്ല PV അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും. 2011 കോൺഗ്രസിൽ നിന്നും തുടങ്ങിയ രാഷ്ട്രീയ യാത്ര 2016 ഇടതുപാളയത്തിൽ, 2024 DMK, ഇതാ ഏറ്റവും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ എത്തി നിൽക്കുന്നു PV അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ ജീവിത യാത്ര.